വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരോടും ഒരു വൺ ഡേ ട്രിപ്പ് പോവാം. ട്രിപ്പ് നമ്മുടെ കരയിലല്ല, നമ്മുടെ വെള്ളത്തിൽ. നമ്മുടെ പമ്പാ നദി മാത്രമല്ല, എല്ലാ വേമ്പനാട്ട് കായൽ എല്ലായിടത്തിലും കൂടെ ഒരു ഡേ ഔട്ട് പോവാണ്. സ്വന്തം ഹൗസ് ബോട്ടിൽ, സ്വന്തമായിട്ടുള്ള ഹൗസ് ബോട്ടല്ല, വെല്ലവരുടെ ഹൗസ് ബോട്ട് ഒരു ദിവസത്തേക്ക് നമ്മൾ റെൻറ്റിനെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ഒരു കസിൻ്റെ ട്രീറ്റായിരുന്നു. അവർ പുറത്തുനിന്ന് നാട്ടിലേക്ക്, പുറത്ത് മീൻസ് സ്റ്റേറ്റ്സിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പം അവരുടെ ഒരു ട്രീറ്റായിട്ട് നമ്മളെല്ലാവരെയും വൺ ഡേ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും അമ്മയും പപ്പായും പിന്നെ വേറെ കുറച്ച് കസിൻസും എല്ലാവരും കൂടെ വൺ ഡേ ഹൗസ് ബോട്ടിൽ. അപ്പം നമുക്ക് പോകുന്ന വഴിയാണിത്. നല്ല അടിപൊളി ആകാശവും ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ പപ്പായെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണിത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി ശേഷം നമുക്ക് ഹൗസ് ബോട്ടിൽ കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവരുടെ വീടിൻ്റെ മുമ്പിലുള്ള പാർക്കിംഗ് സ്പേസ് തന്നു. ഇത് ഫ്രൈഡേ ഹോളിഡേയ്സിൻ്റെ ഹൗസ് ബോട്ടാണ്. ആ ഹൗസ് ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഹൗസ് ബോട്ടിൽ പോകാനാണ്. അന്നേരം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഹൗസ് ബോട്ട് എന്തൊക്കെയോ റിപ്പയർമെൻറ്റ് പണികളൊക്കെ നടക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് പണി, അപ്പോൾ അവർ കയറ് വെച്ച് അതിൻ്റെ പുറത്ത് എന്തോ എനിത്തിങ് എൽസ് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ചെയ്യുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പം നമ്മൾ ഫ്രൈഡേ ഹോളിഡേ ഹൗസ് ബോട്ടിൽ കയറട്ടെ. ഇതിൽ 3 ബെഡ്റൂമാണുള്ളത്. പിന്നെ മുകളിൽ ബാൽക്കണി മാതിരി ഉണ്ട്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമ്മളിന്ന് വൺ ഡേ ചിലവഴിക്കുന്ന ഹൗസ് ബോട്ട്. അപ്പോൾ കയറി വരുമ്പം തന്നെ TV, പിന്നെ നമുക്കിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഡൈനിങ് ടേബിള്, പിന്നെ സൈഡിൽ ഇരിക്കാനുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ എല്ലാവർക്കും കുറേ പേർക്ക് ഇരിക്കാം. 15 അല്ല, അത് പ്ലസ് ആളുകൾക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ നിന്നാണ് മുകളിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെ കയറി വരുമ്പം തന്നെ മുകളിലോട്ട് പോകാനുള്ളത്. അത് കഴിഞ്ഞ് ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത് ബാത്റൂമുണ്ട്. നല്ല AC ബെഡ്റൂമാണ്. ഇതാണ് അതിൻ്റെ ബാത്റൂം. അത് കഴിഞ്ഞ് ഒരു വാഷ് ഏരിയ, വാഷ് ബേസൻ വെച്ച് ഇരിക്കുന്ന സ്ഥലം, അതിനോട് മിറർ, പിന്നെ ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനോട് അറ്റാച്ച് ചെയ്ത് തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് ആ തൊട്ടടുത്ത് തന്നെ 2 ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂം ഇത് ജസ്റ്റ് നമുക്ക് അത്യാവശ്യം ഒരു ബെഡ്റൂമിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അറ്റാച്ച് ചെയ്ത് ബാത്റൂമുണ്ട്. ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വാം ലൈറ്റ് എല്ലാവരും അറേഞ്ച് ചെയ്ത് സെറ്റപ്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ബാത്റൂം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത് വരുമ്പം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ബെഡ്റൂം സെയിം ഇത് തന്നെ അറ്റാച്ച് ചെയ്ത ബാത്റൂം. ഇതാണ് ആ ബെഡ്റൂം. ഇതാണ് ആ ബെഡ്റൂമിൻ്റെ ഫീച്ചേഴ്സ്. അത് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോകുമ്പോഴാണ് ഇതിൻ്റെ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ അവിടെ ചേട്ടന്മാർ നമുക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുക. അപ്പം ഞങ്ങൾ ആദ്യമേ എത്തിയത്, അതുകൊണ്ട് ആരും ഇപ്പം എത്തിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യമേ ഇതിൻ്റെ
ലുക്കൊക്കെ അകത്തെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കുക. പിന്നെ ഇവർ എക്സ്ട്രാ ബെഡ്സൊക്കെ ഇതുണ്ട്, നമുക്ക് രാത്രിയിൽ ആർക്കെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആവശ്യം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൊടുക്കാനായിട്ടെന്നുള്ള രീതി. പിന്നെ ഇതാണ് മുകളിലത്തെ സെറ്റപ്പ്, ഇവിടെ ഇരിക്കാനുള്ള ഇത്, പിന്നെ ഒരു ടേബിള്, ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം. ഇവിടെ AC അങ്ങനെയുള്ള ഇതില്ല കേട്ടോ. താഴെയാണെങ്കിൽ AC ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് കഴിയാറായപ്പോഴത്തേക്ക് എല്ലാവരും എത്തി. അത് കഴിഞ്ഞ് നേരെ താഴെ വരുമ്പം ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു എൻട്രൻസ് ഉണ്ട്. താഴെ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇവിടുന്ന് പുറത്തോട്ട് പോകാനുള്ള എൻട്രൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് കയറിയ ഒരു ഇത് തന്നെ ജസ്റ്റ് ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ, ഞങ്ങൾ കയറിയ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഇവിടുന്നാണ്, ഇതാണ് നമ്മൾ കയറി വന്ന സ്ഥലം. അപ്പോൾ എല്ലാവരും എത്തി. ഇത്രയും വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കൊച്ച് വല ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ്, എന്തെങ്കിലും കുടുങ്ങിയോ എന്നൊക്കെ ഞാൻ ചോദിച്ച്. മീനൊന്നും കിട്ടിയില്ല പറഞ്ഞ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതാണല്ലോ മുഖ്യം. അപ്പം വെൽക്കം ഡ്രിങ്കായിട്ട് അവർ നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അത് നമ്മളെ കുടിച്ചു, നല്ലതായിരുന്നു. പിന്നെന്താ, പിന്നെ നമ്മൾ ആപ്പിളും പീനട്ടും കൂടെ കഴിക്കാമെന്ന് വെച്ചു. ആപ്പിളും പീനട്ടും കൂടെ കഴിക്കാൻ അതിന് വേണ്ടിയായിട്ട് ആൻറ്റി പോകുന്നു. ഫോട്ടോ അല്ല, വീഡിയോയാ. ഇതിൻ്റെ അകത്ത് വരുന്നതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. അങ്ങനെ കായൽ രാജാവ് അങ്ങനെയാണ്. ഒരു മുരിക്കൻ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിട്ടില്ലേ? ആ പുള്ളി ഇത് എടുത്തിട്ട് എത്ര ഞാൻ അയാളുടെ ചരിത്രം വായിച്ചാൽ ആരാണ് ഈ ചെടി എടുത്തിട്ട് അയാൾ കണ്ടം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ആപ്പിളും പീനട്ടും, ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് വന്നു. അപ്പോൾ ആപ്പിളും പീനട്ടും കൂടെ കഴിച്ചു. ഇതാണ് നമ്മൾ പോകുന്ന വഴിയിലുള്ള വ്യൂസ്. ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അത് ജസ്റ്റ് ഞങ്ങളുടെ എല്ലാവരും കൂടെ ഉള്ളൊരിത്. പോകുന്ന വഴിയുള്ള വ്യൂസ് നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. കാഴ്ചകൾ നമ്മൾ നദിയിൽ കൂടെ പോകുമ്പോൾ നല്ല അടിപൊളി ആകാശവും പച്ചപ്പും വെള്ളവും എല്ലാം കാണുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. 1 ഡേ സൂപ്പറായിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളായിരുന്നു. അപ്പം നമ്മൾ കായലിലോട്ട് എത്തിയപ്പോഴത്തേക്ക്, പുന്നമടക്കായലാണെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. എന്തായാലും കായലിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അവിടെ വേറെ കുറേ ഹൗസ് ബോട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പക്ഷേ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ഇതാണ് വേറെ ഹൗസ് ബോട്ട്. ഇത് ആ തലയിൽ നോക്കുമ്പോൾ അറിയാം അങ്ങോട്ട് മാറുന്നത്. ആ നേരെ മുന്നേ അതേ നോക്കുമ്പോൾ അറിയാം ബോട്ട് തിരിയുന്നത്. അങ്ങോട്ട് തിരിച്ചു. ആ ന്യൂസ് മാറി ടൈറ്റ് ആകണം. തിരിച്ചു. ആ ഓക്കെ, നേരെ പൊക്കോളൂ. രണ്ട് ഓരോ കൂടെ കിടന്നോട്ടോ വെള്ളത്തിൽ. നമ്മളത് ഒഴിവാക്കിയാ പോകുന്നത്, പ്രൊപ്പല്ലർ തട്ടാതെ. അപ്പോൾ എനിക്ക് ഈ അങ്കിൾ ഹൗസ് ബോട്ട് ഓടിക്കുന്നുണ്ടപ്പോൾ എനിക്കും ഒന്ന് ഓടിക്കണം എന്നൊരു കൊതി തോന്നി. അങ്ങനെ അങ്കിൾ മാറി തന്നു, ഞാൻ ഓടിച്ചു. അങ്കിൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞാൻ നന്നായിട്ട് ഓടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പോഴത്തേക്ക് ഹൗസ് ബോട്ട് ഒരിടത്ത് നിർത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് സാധാരണ ഇവർ ഔട്ടിങ് പോകുമ്പോൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഹൗസ് ബോട്ട് ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്, വെള്ളത്തിൽ തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഹൗസ് ബോട്ടിൽ തന്നെ ഒരു വർക്ക് ചെയ്യുന്ന ചേട്ടൻ ഇറങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്ത സ്ഥലം എന്നാണ് നല്ല അടിപൊളി, നല്ല ഗ്രീനറിയോട്
കൂടി അടിപൊളി ഒരു സ്ഥലമായിരുന്നു. നല്ല തണലുമുള്ള സ്ഥലമായിരുന്നു. ആൾതാമസമൊന്നും ഇവിടെ ഇല്ല. ഈ ഒരു നമ്മുടെ ഹൗസ് ബോട്ട് നിർത്തിയെടുത്ത ആൾതാമസവും കാര്യമൊന്നുമില്ല. പക്ഷേ അടിപൊളി സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും വിശന്നിട്ടൊന്നുമില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. താറാമുട്ടയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുഴുങ്ങി, അതൊക്കെ കഴിക്കുന്നുണ്ടായി. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ചോറ്, ചിക്കൻ കറി, കരിമീൻ വറുത്തത്, പയറ് തോരൻ, സാലഡ്, പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ കണ്ട അസിൽ ഇതായിരുന്നു നമ്മുടെ ഫുഡ്. ക്യാബേജ് തോരൻ കണ്ട നമുക്ക് കറക്റ്റ് ഫ്രൈഡ് റൈസ് ആണെന്നൊക്കെ ഞങ്ങൾ പലരും വിചാരിച്ചു. എന്തായാലും സൂപ്പർ ഫുഡായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും വിശ്രമിക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം. പക്ഷേ ഭക്ഷണത്തെപ്പറ്റി പറയുമായിരുന്നെങ്കിൽ നല്ല അടിപൊളി ഭക്ഷണം, നല്ലൊരു സദ്യ എന്നൊക്കെ പറയാം. നോൺ വെജ് നല്ല സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എല്ലാവരെയും വായോ നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുക. ഞങ്ങളപ്പോൾ കിട്ടിയ സമയം അടിച്ച് പൊളിക്കാനായിട്ട് ഡാൻസൊക്കെ ആയിട്ട് അങ്ങ് തിമിർത്താടുകയാണ്. ഡപ്പാങ്കൂത്തോ എന്തൊക്കെയായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ പാട്ടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എൻ്റെ പെൺകട്ടുകൊണ്ട് പോയി ആ പാട്ടും, പിന്നെ തുടക്കം മാംഗല്യം തന്നതനിതം, എനിക്ക് പാടാനൊന്നും അറിയില്ല. എന്തായാലും ആ പാട്ടിനൊക്കെ ഞങ്ങൾ അങ്ങനെ അതിസാഹസികമായും എൻജോയ്മെൻറ്റിലോടുകൂടി ഞങ്ങൾ ഡാൻസ് കളിച്ച് അങ്ങ് തിമിർത്താടുവാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പാട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഡാൻസ് കളിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ഒരു മ്യൂസിക് കൊടുക്കാം. ഒരു പാട്ടിട്ട് നമുക്കങ്ങ് ബോറടിക്കുമ്പം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകും. നമ്മുടെ വൈബിനനുസരിച്ചുള്ള പാട്ട് വേണമല്ലോ. അപ്പോൾ ഒരു പാട്ടിൻ്റെ മുഴുവൻ ഇത് കേൾക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വൈബിനനുസരിച്ച് ഞങ്ങൾ പാട്ടുകൾ മാറ്റി ഇട്ട് കളിക്കുകയാണ്. ഇടയ്ക്ക് സ്റ്റെപ്പുകളൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ എന്ത് കളിക്കുന്നു ആ സ്റ്റെപ്പ് കളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷേ നമ്മളെക്കൊണ്ട് എന്തേ അങ്ങനെ സാധിക്കുന്നില്ല എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും ഞങ്ങളങ്ങ് അടിച്ച് പൊളിച്ച് ഒരു അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. എല്ലാവരും ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒരു ഡാൻസൊക്കെ കൊടുത്തൊരു വൈബ് ചെയ്യണം, ഡാൻസൊക്കെ കളിച്ചൊരു വൈബ് ചെയ്യണം. അന്നേരം നമുക്ക് ഒരു അടിപൊളിയായിരിക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുണ്ടാവും. എന്നാലും പ്രായഭേദമന്യേ എല്ലാവരും കളിക്കുമ്പോൾ അത് വേറൊരു വൈബായിരിക്കും. എല്ലാവരും അയ്യോ പ്രായമായല്ലോ എന്ന് വെച്ചിട്ട് കളിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ കളിക്കുമ്പം കിട്ടുന്ന ഒരു എനർജി ഫീൽ ചെയ്യണമെങ്കിൽ അത് കളിച്ച് തന്നെ വേണം. കളിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക, വാ നമുക്ക് കളിക്കാമെന്ന്. എല്ലാവരും എൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്നു, കളിക്കുകയോ ചെയ്തു. പക്ഷെ അന്നേരം നമ്മൾക്ക് വീഡിയോ പോസായിപ്പോയി, കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും അടിച്ച് പൊളിച്ച ഒരു ഡാൻസ്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഇന്ന് ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭാഷയിൽ ഡപ്പാങ്കൂത്ത്. ഞങ്ങൾ അത്ര അടിപൊളി ഡാൻസറൊന്നുമല്ല, എന്നാലും നമ്മൾ ഒരിടത്ത് വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ആംബിയൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കളിച്ചു പോകും. ആ ഒരു വൈബിൽ ഞങ്ങൾ ഡാൻസ് കളിച്ചു. നമ്മളൊരു മാർഗവും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പല സ്റ്റെപ്പുകളെടുത്ത് മാർഗം കളിക്ക് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ തിരുവാതിരയുടെ സ്റ്റെപ്പുകൾ വെച്ച് മാർഗം കളി അങ്ങ് കളിച്ച് അങ്ങ് തകർക്കുകയാണ്. പുറത്തെ ആ ഒരു വൈബും നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഓളം എല്ലാം കൂടെ വെച്ച് ഞങ്ങൾ അടിച്ചു പൊളിക്കുക. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പാട്ട് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആ പാട്ടിന് ഒത്ത
സ്റ്റെപ്പുകൾ കളിക്കുന്നത് നിങ്ങളെല്ലാവരും കാണാനായിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, യൂട്യൂബ് അതിനെ അനുവദിക്കില്ല. എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് നമ്മുടെ ബോഡി നല്ല മൂവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു എനർജിയും വേറൊരു ഇതാണ്. പിന്നെ അവസാനം ഞങ്ങൾക്ക് സ്റ്റെപ്പുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ആ സിനിമയുടെ ആ വീഡിയോ സോങ്ങിൽ അവരെന്ത് സ്റ്റെപ്പാണ് കളിച്ചാൽ അത് ഞങ്ങൾ കളിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഞങ്ങളുടെ ശരീരം എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭേദം പിന്നെ എല്ലാവരും ഡാൻസ് കളിച്ചായിരുന്നു. പക്ഷേ ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം നമ്മൾ ഓർത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ 4 മണിക്കത്തെ ഭക്ഷണം വന്നു. പഴംപൊരിയും ചായയായിരുന്നു. നമ്മളതൊക്കെ കുടിച്ചു. നല്ലതായിരുന്നു. എല്ലാവരും പഴംപൊരി കഴിച്ചില്ല, കാരണം എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ ഉള്ളവരെല്ലാവരും കൂടെ അത് കഴിച്ചു. ഒരാൾക്ക് 2-3 എണ്ണമൊക്കെ ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞ് വൈകുന്നേരമായി. നമ്മുടെ ബോട്ട് അടുപ്പിക്കാനുള്ള സമയമായി. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിൻ്റെ സമയം. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് പോയതായതുകൊണ്ട് കറക്റ്റ് ടൈം ഓർക്കുന്നില്ല. അതിൻ്റെ ഞാൻ അടിയിൽ കമൻറ്റ് പിൻ ചെയ്തേക്കാം. കറക്റ്റ് ടൈം ഷെഡ്യൂള് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം. എന്തുവാണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ബജറ്റ് എത്ര ആയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് നമുക്ക് വേറൊരു സ്പോൺസർ ചെയ്ത് നമ്മളെ കൊണ്ടുപോയതല്ലേ, നമ്മളുടെ കയ്യിൽ നിന്നല്ലല്ലോ നമ്മൾ പൈസ ഇറക്കി. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. എന്തുവാണെങ്കിലും അതിൻ്റെ ഇത് കിട്ടിയാൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇതെന്തായാലും പ്രമോഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. എന്തായാലും ഓവറോൾ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 1 ഡേ ഔട്ട് അടിപൊളിയായിരുന്നു. ഒരു 3-4 ഫാമിലി ചേർന്ന് പോവാമെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പോയപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഫുഡാണെങ്കിലും ഇവരുടെ സർവീസ് ആണെങ്കിലും എല്ലാം ഓവറോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 5 മണിയായി. കറക്റ്റ് സമയത്ത് ഇവരെടുക്കും, കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കും. അതാണ് വേറൊരു കാര്യം. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പം എത്തിച്ചു. അപ്പം നമ്മളൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പോവാണ്. അച്ഛനും ആൻറ്റിക്കും മറ്റെല്ലാ എല്ലാ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു ഈ അവധിക്കാലം വളരെ ചെറിയ നിമിഷങ്ങളിലെങ്കിലും ആൻറ്റി ആനന്ദ പുളകിതമാക്കി എല്ലാ വിധത്തിലും ഞങ്ങളെ സന്തോഷിപ്പിച്ച അച്ഛനും ആൻറ്റിക്കും അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ജോസഫിനും ഷാജിനും അല്ലേ, എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ മാഡം വളരെ ആസ്വാദികരമായത് നിമിഷങ്ങൾ സമ്മാനിച്ച് ഡോക്ടർ മാഡത്തിന് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നതിന്റെ പിന്നീട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഞങ്ങൾക്ക് ആദ്യത്തെ വഹിച്ച എല്ലാവർക്കും നന്ദി. അതാ ഫുഡ് സുനില് ഇതിന്റെ ചുറ്റാൻ പിടിച്ച സുനിലിനും വളരെയധികം നന്ദി, ഫാമിലിക്കും വളരെയധികം നന്ദി പറയുന്നു. സമയം നമുക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷം തന്ന ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് പ്രദാനം ചെയ്യും. എനിക്കൊരു അപേക്ഷയുണ്ട്, എല്ലാ വർഷവും ഇതുപോലെ വരണം. അത് വന്നിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരു സംഭവം അതിനുള്ള പൈസ ദൈവം നിങ്ങൾക്ക് തരും കേട്ടോ. ആ ഒരു സംഭവം യാഥാർത്ഥ്യമാകാനായിട്ട് പിന്നെ ബാക്കി തരാനായിട്ട് ഞങ്ങളെ സഹായിച്ച ഷാജിക്കുള്ള നന്ദിയും പിന്നെ നിങ്ങളോടെല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതിലുപരി ഇവിടുത്തെ സ്റ്റാഫുകൾ അവരെ നമ്മൾ പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുകയും എല്ലാ വർഷവും പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഔട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് സീ യു ഇൻ അതർ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള കാര്യങ്ങൾ കമൻസിൽ അറിയിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു, താങ്ക് യു.